ഹലോ അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചി എങ്ങനെ വെക്കും, അങ്ങനെ നമുക്ക് സോയാബീൻ ഉണ്ടാക്കി നോക്കിയാലോ. അതിന് നമ്മൾ കുറച്ച് സോയാബീൻ വെള്ളത്തിലിട്ടിട്ട് നല്ല ഇതാക്കി അത് വാർത്ത ശേഷം നമ്മൾക്കൊന്ന് ചട്ടിയിലിട്ട് വേവിച്ചെടുക്കുക. അത് ചട്ടി അടുപ്പത്ത് വെച്ച് ലേശം എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇനി സോയാബീൻ. എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്. വീഡിയോ ഫുള്ളായി പ്ലീസ്. എല്ലാവരും വീഡിയോസ് കാണാതിരിക്കരുത്. എന്നാലും എന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങൾ? നിങ്ങൾക്ക് ആർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് വീഡിയോസ് കാണുന്നത്. എന്നാലും ഇഷ്ടമല്ലെങ്കിൽ ഒന്ന് തുറന്നു വെച്ച് കണ്ടേ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും പ്ലീസ്. അതിന് ശേഷം ഉപ്പിട്ട് വേവിച്ച ശേഷം അത് പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. നമുക്കത് ഇനി മസാല കൂട്ടണം. അതിലേക്ക് ഓയിലൊഴിച്ച് ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഉണ്ടാകും. ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി കറിവേപ്പില അങ്ങനത്തെ ചുമണ്ട്. അതിന് ആയ ശേഷം നമുക്ക് ഇനി പച്ചമുളക് 2 പച്ചമുളക് ഇട്ടിരിക്കുന്നത് എരിവിനനുസരിച്ചുള്ള മുളക് ഇട്ടാൽ മതി. അതിന് ശേഷം നമ്മൾ വലിയ ഉള്ളി അതിനുശേഷം ഒരു തക്കാളി തക്കാളിയൊക്കെ വെന്ത ശേഷം നമുക്കിനി മസാല ഇടുക. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല നുള്ളിട്ടായി. നല്ല അടിപൊളിയാണ്, നല്ല രസമുണ്ടായിരുന്നു. സോയാബീൻ ഇങ്ങനെ ഉണ്ടാക്കിയാൽ അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഭക്ഷണം കഴിക്കാൻ. ഉച്ചക്കോ രാത്രിക്കോ അങ്ങനെ ദോശയ്ക്കും പറ്റും. ദോശക്കോ ചപ്പാത്തിക്കോ എങ്ങനെയായാലും വലിയ കുഴപ്പമില്ല, നല്ല അടിപൊളിയാണ്. അതിന് ശേഷം നുള്ളി ചിക്കൻ മസാല ഇട്ട് അതിനുശേഷം നമുക്ക് വേവിച്ച സോയാബീൻ ഇടുക. എന്നിട്ടൊന്ന് മസാല പൊടിക്കുന്നവരൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല അടിപൊളിയാണ് നോക്കണേ, അടിപൊളി സൂപ്പറല്ലേ. അതിന് ശേഷം അപ്പുറത്തെ അടുപ്പത്ത് ഉപ്പുമാവ് ഉണ്ടാക്കാം. നിങ്ങൾ ഇതും ദിവസം ഉപ്പുമാവാണ്, പക്ഷെ ദിവസം ഉപ്പുമാവാണ്. എനിക്കില്ല, നമ്മുടെ എത്താൻ കഴിയുന്നില്ല. 8:30 ജോലിക്ക് പോകുമ്പോഴത്തേനും ഒന്നും ആകണില്ല. അതാണ് ദിവസം ഉപ്പുമാവ് തന്നെയാണ്. അടിപൊളി സൂപ്പറായി. എല്ലാം പാകത്തിനായി. പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.